ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ ചതി തിരിച്ചറിഞ്ഞ് രാജീവും കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് നിധി സുഭാഷിന്റെയും സുധീഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം കിളിക്കൂട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. തുടർന്ന് നിധി ഇന്റർവ്യൂവിനായി സുധീഷിനെയും കൂട്ടി ഒരു കമ്പനിയിലേക്ക് പോകുന്നു. കമ്പനിയിലേക്ക് വന്ന നിധി ഒരു സ്റ്റാഫിനോട് പറയുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് കേട്ട് സ്റ്റാഫ് നിധിയെയും കൂട്ടി MD-യുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. MD പറയുന്നു, കേറി വാ, ഇരിക്ക്. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ MD ചോദിക്കുന്നു, നിധിയല്ലേ? അതെ സാർ എന്ന് നിധി പറയുമ്പോൾ MD പറയുകയാണ്, സാറെന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. ഇത് കേട്ട് നിധി ഓക്കെ എന്ന് പറയുമ്പോൾ ടെൻഷനോട് കൂടി ഇരിക്കുന്ന നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് MD ചോദിക്കുന്നു, എന്താ ഇത്രയും ടെൻഷനായിട്ടിരിക്കുന്നത്? ഫ്രീ ആയിട്ടിരിക്കുക, ജസ്റ്റ് റിലാക്സ്. എന്നെ കണ്ടാൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്നത് പോലെ തോന്നുന്നുണ്ടോ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ട് പുഞ്ചിരിച്ച് MD ഫയല് ചോദിക്കുമ്പോൾ നിധി തന്റെ കയ്യിലിരിക്കുന്ന ഫയല് MD-യുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുന്ന MD ചോദിക്കുന്നു, ഓ ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ? നിധി പുഞ്ചിരിച്ചു മൂടുമ്പോൾ MD പറയുകയാണ്, ദാറ്റ്സ് നൈസ്. സോ ഇതാണ് നിധിയുടെ ഫസ്റ്റ് ജോബ് അല്ലേ? അതേന്ന് നിധി പറയുമ്പോൾ MD പറയുന്നു, ഈ കമ്പനി ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ യൂഷ്വൽ ആയിട്ടുള്ള ഓഫീസ് റൂൾസ് ഒന്നുമില്ല. അങ്ങനെ ഫയൽ തിരിച്ചു കൊടുത്തുകൊണ്ട് MD പറയുന്നു, ഇത് നിധിയുടെ ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് ഒരുപാട് പഠിക്കാനും ഒരുപാട് ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും. സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇവിടെ നിധിക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെൽക്കം ടു ദ കമ്പനി എന്ന് പറഞ്ഞ് MD കൈ നീട്ടുമ്പോൾ വിശ്വസിക്കാനാകാതെ നിധി കൈ കൊടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ, എനിക്ക് ജോലി കിട്ടിയോന്നാ നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് MD പറയുകയാണ്, ഇത്രേ ഉള്ളൂ, വേറെ എന്താ വിചാരിച്ചത്? അപ്പൊ നിധി പറയുകയാണ്, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ. ചിരിച്ചുകൊണ്ട് MD പറയുകയാണ്, നിധി ഒരു ഫ്രഷർ അല്ലേ, ഞാൻ പിന്നെ എന്ത് ചോദിക്കാനാ? നിങ്ങളെ പോലെയുള്ള ഫ്രഷേഴ്സിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, ഇനിയും ജോലി ചെയ്താണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ എന്ത് ചോദിക്കാനാ? യു ആർ സെലക്ടഡ്. അങ്ങനെ MD സാലറി ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണ്. ബേസിക് സാലറി ഇവിടെ വളരെ കുറവാണെന്നും ഫ്രഷർ ആയതുകൊണ്ട് കൂടുതൽ സാലറി ഒന്നും തുടക്കത്തിലേ കിട്ടില്ല. കമ്പനി വളരുമ്പോൾ നിധിക്കും അതിന്റെ ഗുണം ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി നിധി അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് MD. തുടർന്ന് നിധി സന്തോഷത്തോടു കൂടി കാറിന്റെ അരികിലേക്ക് വരുമ്പോൾ ചാരി കിടന്നുറങ്ങുകയാണ് സുധീഷ്. പതിയെ ഡോർ തുറന്ന് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഡോർ അടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് നിധി. ഉറക്കമുണർന്ന സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റും നിധി, ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ഇന്റർവ്യൂ കഴിഞ്ഞോ? എന്താ നിധി പ്രാർത്ഥിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്? അപ്പോ ഈ ജോലിയും കിട്ടിയില്ലേ? നിധി തിരിഞ്ഞ് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. ശരി ശരി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. സുധീഷ് സംശയത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ പോയി ചോദിക്കട്ടെ? കണ്ടു നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിധി പറയുകയാണ്, എനിക്ക് ജോലി കിട്ടി. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ശരിക്കും? അപ്പൊ നിധി പറയുകയാണ്, അതെ എനിക്ക് ജോലി കിട്ടി. വളരെ സന്തോഷത്തോടുകൂടി സുധീഷ് പറയുന്നു, നിധി സൂപ്പർ, കൈ കൊടുക്ക്. അങ്ങനെ നിധിക്ക് കൈ കൊടുത്തുകൊണ്ട് സുധീഷ് പറയുന്നു, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷത്തോടുകൂടി നിധി പറയുകയാണ്, താങ്ക് യു. എനിക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സുധീഷ് ചോദിക്കണം, എന്താ നിധി ഇത്? ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങിയ ആളല്ലേ, എന്നിട്ട് ജോലി കിട്ടിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുധീഷ്, ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ അറ്റൻഡ് ചെയ്ത രണ്ടാമത്തെ ഇന്റർവ്യൂ ആണിത്. ആദ്യം തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പൊ സുധീഷ് പറയുകയാണ്, കൂടെ വന്നിട്ടുള്ള ആൾ അങ്ങനെയുള്ള ആളല്ലേ? ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എപ്പോഴാ ജോയിൻ ചെയ്യേണ്ടത്? അതൊക്കെ അവര് മെയില് ചെയ്യുമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സാധാരണ നിധി 2-3 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവിടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജോലി കിട്ടിയല്ലോ. അപ്പൊ നിധി പറയുകയാണ്, ഇതൊരു ചെറിയ കമ്പനിയല്ലേ, അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഉള്ളൂ. ഈ ഇന്റർവ്യൂ ക്ലിയർ ചെയ്താലേ ജോലി കിട്ടും. അപ്പൊ സുധീഷ് പറയുകയാണ്, ജോലിയൊക്കെ കിട്ടിയില്ലേ, ഇനി നമ്മളെ ഒന്നും ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ നിധി പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സുധീഷ്, വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നത്? സുധീഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുമ്പോൾ നിധി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ സുധീഷ് ചോദിക്കുകയും അവർ സന്തോഷത്തോടുകൂടി സ്വീറ്റ്സും വാങ്ങി സുഭാഷിനെ കാണാനായി സുഭാഷ് ജോലി ചെയ്യുന്ന സൈറ്റിലേക്ക് പോവുകയുമാണ്. നിധിയുടെ സ്വപ്ന സാഫല്യം ആഘോഷമാക്കുകയാണ് കിളിക്കൂട്ടിലുള്ളവർ. നിധി സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയും ഭാസ്കരൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയുമാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.